ഞാനിതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് ബഹാവൽപൂരിൽ നടത്തിയ ഇന്ത്യൻ എയർ സ്ട്രൈക്കാണ് കേട്ടോ. കാരണം വെച്ചാൽ നോക്കൂ, ഇപ്പോൾ ഏറ്റവും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എയർ സ്ട്രൈക്ക് ബഹാവൽപൂർ എയർ സ്ട്രൈക്കായിരുന്നു. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് ഈ എയർ സ്ട്രൈക്കൊക്കെ നടന്നത്. ബഹാവൽപൂരിൻ്റെ പ്രത്യേകത എന്താണ്? ബഹാവൽപൂരാണ് ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ് അസർ മസൂദിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം അസദ് മസൂറിനെ പോലെയുള്ള ഒരാൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ 1999 കാൻഡഹാറിലേക്ക് ഇന്ത്യൻ വിമാനം തട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം 1999 അഫ്ഗാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി, കാൻഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവർ തിരിച്ച് അവിടെ 1300ഓളം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ പാസഞ്ചേഴ്സിനെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലൊന്ന് ഈ ജെയ്ഷയുടെ സ്ഥാപകനായിട്ടുള്ള മസൂർ അസദിനെ തിരിച്ചു തരണം എന്നുള്ളതായിരുന്നു. ആ തിരിച്ച് മോചിപ്പിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ മോചിപ്പിച്ച ആളാണ്. 1999 നമ്മൾ പാകിസ്ഥാന് വിട്ടുകൊടുത്ത ആളാണ്. അദ്ദേഹമാണ് പിന്നീട് 2001 പാർലമെൻറ്റ് അറ്റാക്ക് മുതൽ 2016 പത്താൻകോട്ട് അറ്റാക്ക് വരെ ആസൂത്രണം ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ അങ്ങനെ ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു വലിയ ഓപ്പറേഷനാണ് ഇന്ത്യ നടത്തിയെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ മുമ്പൊക്കെ മീഡിയ എഡിറ്റോറിയൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, മീഡിയ എഡിറ്റേഴ്സിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഈ പറയുന്ന ഹാഫിസ് സയ്യിദ് ആയിരിക്കും ഒരു പക്ഷേ ഇന്ത്യയുടെ ടാർഗറ്റ് എന്നുള്ളതായിരുന്നു. കാരണം വെച്ചാൽ ഈ അബാട്ടാബോദിൽ നമ്മൾ അമേരിക്ക ഒസാമ ബിൻ ലാഡനെ അറ്റാക്ക് ചെയ്തതുപോലെ ഒരു വലിയ ഓപ്പറേഷൻ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും അതേതായാലും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരോ അല്ലെങ്കിൽ ബലൂചിസ്ഥാനോ ഒന്നും ആയിരിക്കില്ല എന്നും തന്നെയായിരുന്നു എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ പറയുന്ന ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന ഭീകര ക്യാമ്പുകളെ ആക്രമിക്കുമെന്ന കാര്യത്തിലൊരു സംശയമുണ്ടായിരുന്നില്ല. ഈ 9 ടാർഗറ്റുകളും വളരെ പ്രധാനമാണ് കേട്ടോ. 9 ടാർഗറ്റുകളും വളരെ പ്രധാനമായിരിക്കുമ്പോൾ തന്നെ ഈ ബാവൽപൂരിൽ നടന്നിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ അവിടെ നമുക്ക് മിസ് ചെയ്തത് ഈ പറയുന്ന അസർ മസൂദിനെയാണ്. അപ്പോൾ അവർ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 10ഓളം ബന്ധുക്കൾ മരിച്ചു. അത് അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ലഷ്കർ എ തയ്യബ തന്നെയാണ്, അല്ല ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഒരു വാർത്താക്കുറിപ്പായിട്ട് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ട് അനന്തരവന്മാർ അദ്ദേഹത്തിൻ്റെ ജീവനോളം പ്രിയപ്പെട്ട സഹോദരി എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സഹോദരി അടക്കമുള്ള 10 പേരാണ് കൊല്ലപ്പെട്ടത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ 4 സഹായികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ബങ്കറിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു പക്ഷേ ഈ ജെയ്ഷെ മുഹമ്മദ് ഈ സ്ഥാപകനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഇതൊരു വലിയ സക്സസ് ആകുമായിരുന്നു. ഈ ഓപ്പറേഷൻ വലിയ സക്സസ് ആകുമായിരുന്നു എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രിസിഷനോടെ എന്താ പറയുക, ഒരു സിവിലിയനെ പോലും കൊല്ലാതെ പാകിസ്ഥാനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ലല്ലോ ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാനെ ഇല്ലാതാക്കുക, പാകിസ്ഥാൻ ജനതയെ ഇല്ലാതാക്കുക, ആ രാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്നുള്ളതൊന്നും ഇന്ത്യയുടെ ലക്ഷ്യമല്ല. മറിച്ച് ആ രാജ്യത്തിൻ്റെ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളെയും ഭീകര സംഘടനകളെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. കാരണം വെച്ചാൽ അങ്ങനെ മാത്രമാണ് ഇന്ത്യയിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുക. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടോ ആ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പിറകിൽ അമേരിക്കയോ ചൈനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ അല്ലല്ലോ, പാകിസ്ഥാൻ തന്നെയായിരുന്നു. എല്ലാ ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്യപ്പെട്ടത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. എല്ലാ ഭീകര സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. ആ ഭീകര സംഘടനകളെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ. ഏറ്റവും ഒടുവിൽ പഹൽഗാമിലുണ്ടായിട്ടുള്ള ഈ 26 പേരുടെ മരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇനി പൊറുക്കാൻ കഴിയില്ല. നമ്മൾ ഈ പല സമയത്തായിട്ട് ഈ 2001 പാർലമെൻറ്റ് അറ്റാക്കും 2008 മുംബൈ അറ്റാക്കും 2016 പത്താൻകോട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ സംയമനം പാലിച്ചിട്ടുണ്ടെന്നേ നമ്മളങ്ങനെ ഒരു വലിയ ഓൾ ഔട്ട് വാറിലേക്കോ അല്ലെങ്കിൽ വലിയൊരു അറ്റാക്കിലേക്കോ ഒന്നും പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിവിലിയൻസ് വലിയ രീതിയിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റ് ഈ സൈനികമായ ആക്രമണങ്ങളോ സൈനികമായി ഒന്നുമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഇത്തരത്തിലുള്ള സംഘടനകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈയും കെട്ടി കാത്തു നിൽക്കാൻ കഴിയില്ല, നിശബ്ദത പാലിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഏറ്റവും കൃത്യമായൊരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ആക്രമണം ലക്ഷ്യം കണ്ടു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ ശക്തമായ മെസ്സേജാണ് ഈ കാര്യത്തിൽ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇന്ത്യക്ക് എന്തൊക്കെ പറഞ്ഞാൽ പോലും അന്താരാഷ്ട്രമായ ഒരു പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ വെച്ചാൽ ഇന്നലെ മിനിഞ്ഞാന്ന് UN സെക്യൂരിറ്റി സേനയിൽ നടന്നിട്ടുള്ള യോഗം തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്നാണ് ഞാൻ പറയുന്നത്. അവർ വളരെ കൃത്യമായ ചോദ്യങ്ങൾ പാകിസ്ഥാനോട് ചോദിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തുകൊണ്ടാണ് മിസൈൽ പരീക്ഷണം നടത്തിയത്? നിങ്ങൾ എന്തിനാണ് അണുആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന ഇതും ഭീഷണി മുഴക്കുന്നതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ പാകിസ്ഥാൻ എൻവോയെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പിന്തുണ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാൻ അത് കിട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്, ഒരു വിക്ടിംഹുഡ് നറേറ്റീവാണ് ഉണ്ടാക്കുന്നത്. അതായത് 26ഓളം സിവിലിയൻസ് കൊല്ലപ്പെട്ടു, 46ഓളം കുട്ടികളടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു, അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഈ ടാർഗറ്റുകൾ മുഴുവൻ
സിവിലിയൻ കേന്ദ്രങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഭീകര കേന്ദ്രങ്ങളാണ്, ആ ഭീകർക്ക് പരിശീലനം നടക്കുന്ന സ്ഥലങ്ങളാണ്, ആ സ്ഥലങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ആ ലൊക്കേഷനിലാണ് ബോംബിട്ടിരിക്കുന്നത്, ആ രീതിയിലാണ് അക്രമം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രിസിഷനോടും കൂടി എന്താ പറയുക, ഒരു നമ്മൾ തന്നെ പറഞ്ഞുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മൂവായിരുന്നു നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ആ മൂവ് നടത്തിയിട്ടുള്ളത്. നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു സിവിലിയൻ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഏരിയയിലേക്കോ കടന്നു പോകാതെ, ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെടാതെ ആ രീതിയിലുള്ളൊരു ആസൂത്രണമാണ് നടത്തിയത്. ആ ആസൂത്രണം ഫലവത്താവുക തന്നെ ചെയ്തു. നിശ്ചയമായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കനത്ത തിരിച്ചടിയാണ്. ഒരു നല്ല മറുപടിയാണ് ഇന്ത്യ ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും യുദ്ധത്തിൻ്റെ പക്ഷത്തല്ല കേട്ടോ. യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമല്ല നമ്മൾ. യുദ്ധം ഉണ്ടാകാൻ പാടില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എത്ര ശത്രുവായാൽ പോലും ശത്രു രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ എന്താ സംഭവിക്കുന്നത്? സാധാരണക്കാരായ, നിഷ്കളങ്കരായ, നിസ്സഹായരായ മനുഷ്യരാണ് കൊല്ലപ്പെടുക. എന്തൊരു കൊളാറ്ററൽ ഡാമേജാണ് ഉണ്ടാവുക, സാമ്പത്തികമായി എന്തൊരു വലിയ നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവണം നമ്മൾ ആരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യർ സുരക്ഷിതരായിട്ട് ജീവിക്കണ്ടേ? നമുക്കൊരു ടൂറിസം സ്ഥലത്തേക്ക് പോകാൻ പറ്റണ്ടേ? നമുക്കൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റണ്ടേ? നമുക്കൊരു ഉത്സവപ്പറമ്പിൽ പോകാൻ പറ്റണ്ടേ? നമുക്കൊരു മാർക്കറ്റിൽ പോകാൻ പറ്റണ്ടേ? ഈ സാഹചര്യങ്ങളില്ലാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സ്വതന്ത്രമായ ജീവിതം ഉണ്ടാവുക? അത് ഉറപ്പാക്കുക എന്നുള്ളതല്ലേ ഒരു സർക്കാരിൻ്റെ ദൗത്യം. അങ്ങനെ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരായി നിൽക്കാൻ കഴിയില്ല. സോ അത് സ്ട്രൈക്ക് ചെയ്തേ കഴിയുമായിരുന്നു. നമ്മളവിടെ എത്തിച്ചതാണ്. ആ രീതിയിലേക്ക് വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മുന്നിൽ വന്നു വീണതാണ്. ആ സമ്മർദ്ദത്തോട് വളരെ ശക്തമായും ശാസ്ത്രീയമായും നമ്മൾ പ്രതികരിച്ചു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മൾ ഇന്ത്യൻ സേനയെ അഭിനന്ദിക്കുന്നു. കൃത്യമായ മൂവാണ്. ഇന്ത്യൻ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. കൃത്യമായ മൂവാണ്. വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ഇതിനെ ഒരു മുന്നറിയിപ്പായി മനസ്സിലാക്കിക്കൊണ്ട് പാകിസ്ഥാൻ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യണം. പാകിസ്ഥാൻ ഈ കോണ്ടിനെന്റിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് പാകിസ്ഥാൻ വലിയ റോളാവുള്ളത് കേട്ടോ. പാകിസ്ഥാനെ പോലെ ഈ പറയുന്ന ദക്ഷിണേഷ്യയിൽ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രാഷ്ട്രം വേറെ ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചാൽ തന്നെ ഈ കോണ്ടിനെന്റിൽ, നമ്മുടെ ഈ സബ് കോണ്ടിനെന്റിൽ ഒരു സമാധാനം സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ആ സമാധാനത്തിന് വേണ്ടി പാകിസ്ഥാൻ തയ്യാറാകണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. Meet the editors.